ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് കർക്കിടകത്തിലത്തെ വെയിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എന്നാൽ അടുപ്പത്ത് തന്നെ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ആദ്യം തന്നെ മൺചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറിന് വേണ്ടിയിട്ട്. ഇത് കുടുക്കയാണ് കേട്ടോ. നമ്മൾ ഇത് ഫസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച സമയത്ത് തീ നന്നായിട്ട് ഇതേപോലെ പാളി കത്തുണ്ടാവും, പെട്ടെന്ന് തീ അണഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ചെറിയൊരു കുത്ത് കേട്ടോ, ചെറിയൊരു ഓട്ട. അപ്പോൾ അതിലൂടെ വെള്ളം ഇങ്ങനെ ചോർന്ന് ആ അടുപ്പ് ഇങ്ങനെ കെട്ടുപോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്താൽ ഒരു സോപ്പിൻ്റെ, നമ്മൾ അലക്കുന്നൊക്കെ സോപ്പുണ്ടല്ലോ, ആ ഒരു സോപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ വെള്ളം ഉറ്റുന്ന ആ ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് അമർത്തി ആ ഓട്ടേൻ്റെ അടച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, പിന്നെ വെള്ളമൊന്നും ഉറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ 3-4 വട്ടമായി ഇതിൽ ചോറ് വെക്കുന്നത് കേട്ടോ. ഞാനിത് ചോറ് വെക്കാനായിട്ട് കൊടുന്നൊരു കുടുക്കയാണ്, ആശിച്ച് മോഹിച്ച് കൊണ്ടുവന്ന് കുടുക്കയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മൺകുടുക്കയിലൊക്കെ ചോറ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ നമുക്ക് തികയൊന്നുമില്ല, കണ്ടില്ല ആ ഒരു വൈറ്റ് കളറ്, അതാണ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടോ. തികയൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഇഷ്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഒരു നേരത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു മുക്കാ കിലോയൊക്കെ അതിൽ വേവും കേട്ടോ. നമുക്കൊരു 1 കിലോ വേണം 2 നേരത്തിന്. അപ്പോൾ ഞാനത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോവുക കേട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഇന്നലെ കൊണ്ടുവന്ന അരിയാണ്. അപ്പോൾ പെട്ടെന്ന് വേവ് ഏറുന്നുണ്ട്. അപ്പം ഞാൻ കുറഞ്ഞ വേവിന് പെട്ടെന്ന് തന്നെ ഊറ്റി വെച്ചു കേട്ടോ. നമ്മൾ അതിൽ തന്നെ വാർത്ത് വെക്കൂല കേട്ടോ, വേറൊരു കലത്തിലേക്ക് മാറ്റിയിട്ട് അതിലാണ് നമ്മൾ വാർത്ത് വെക്കൽ. ഞാൻ പഴയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പം മൺകലത്തിൽ ചോറ് വെക്കുകയാണെങ്കിലും ആ ഒരു കലത്തോടെ നമ്മൾ വാർത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി വേവ് അതിലിരുന്ന് വെന്ത് പോകും കേട്ടോ. കാരണം മൺചട്ടികളൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ചൂട് നിൽക്കുന്നൊരു സംഭവമാണ്. അത് ചൂട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ചൂടാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു ചോറ് അതിലിരുന്ന് വേവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറൊരു നമ്മൾ അലുമിനിയത്തിൻ്റെ സാധാ ചോറൊക്കെ വെക്കുന്നൊരു കുടുക്കുണ്ട്, അപ്പോൾ അതിലേക്ക് ആക്കിയിട്ട് പിന്നെ വാർത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഞാൻ അടുപ്പത്തേക്ക് തന്നെ ഇന്നലത്തെ മീനിൽ ഒരു 4 കഷ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചെറുതായിട്ടൊരു സാമ്പാർ മാതിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 2 വിസിലിന് പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എളുപ്പമായിരുന്നു. അത് ഞാൻ 2 വട്ടം വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെയാണ് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചക്കറിയൊന്നുമില്ല, വെറുതെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ കടുക് വറുത്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ 8:30 ആകുമ്പോഴത്തേനും എത്തും. അപ്പോഴത്തേക്കും നമുക്ക് ചോറും കറിയും മീൻ പൊരിച്ചതൊക്കെ റെഡിയാക്കണം. അത് ആ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണിക്കുന്നതിന് നമ്മൾ പിന്നെ ഇന്നലെ വെച്ച മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച മീനിൻ്റെ ബാക്കി ബാലൻസും ആണത്. ഇന്നലെ വെച്ചതല്ല കേട്ടോ, അത് നമുക്ക് കഷ്ണ മീനാണ്. ഇത് വെക്കുന്നത് നമ്മുടെ ഏട്ടയാണ് കേട്ടോ, മറന്നു പോയതാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ആ ചോറ് ഇതേപോലെ ഞാൻ ചോറ് വലിയ കുടുക്കയിലാണ് കേട്ടോ വെച്ചിട്ടുള്ള, മൺകുടുക്കയിലല്ലേന്നു. അപ്പോൾ അത് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ പിന്നെ വേഗം ചട്ടി വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എണ്ണ ഒഴിച്ചിട്ട്. പിന്നെ ഞാനത് എളുപ്പപ്പണിയാക്കിയിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേമാതിരി ചുവന്നുള്ളിയൊക്കെ കൂടി ഒന്ന് അരിയാൻ മടിച്ചിട്ടും പിന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ. ഞാൻ നമ്മുടെ ചോപ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് നോമ്പിനൊക്കെയാണ് അത് ഉപയോഗപ്പെടുക കേട്ടോ. കുറേ ഉള്ളിയൊക്കെ അരിയാനുണ്ടാകുമ്പോൾ ഞാനത് വാശി പിടിച്ച് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മൂലക്ക് വെച്ചിരിക്കുകയാണ്, അത് ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ തക്കാളി പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ തക്കാളിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും
പിന്നെ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മറ്റേ ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ എപ്പോഴും വലിയ ജീരകം കിട്ടിയപ്പോൾ പൊടിച്ച് വെക്കാറാണ് കേട്ടോ. ഇറച്ചിയിലാണെങ്കിലും മീനിലാണെങ്കിലൊക്കെ നമ്മളത് പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളവും പിന്നെ അത് അതിലേക്ക് മീനും ഒക്കെ ഇട്ട് കൊടുക്കാറ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു റെസിപ്പിയാണ്, എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു രീതി. അപ്പോൾ പിന്നെ എല്ലാവരും എന്താ പറയുക, ടേസ്റ്റ് ഉണ്ട്, രസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു മെത്തേഡിൽ തന്നെ എപ്പോഴും ചെയ്യാറാണ് കേട്ടോ. ഞാനൊന്ന് വേറെ ആയിട്ട് ചെയ്ത് നോക്കാറൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചിട്ട് വേറെ ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തതാണ്. അത് മാത്രമേ ഉള്ളൂ അതിലുള്ളൊരു വ്യത്യാസം കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത് ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഈ മേക്കപ്പ് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകാലല്ലേ പോവുള്ളൂ. അതേപോലെ ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എപ്പോഴും വെക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളധികം വെള്ളം ഒഴിക്കണ്ട, വറ്റിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് ഒഴിച്ച് വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടുകയും ചെയ്തു. പിന്നെ അത് വറ്റിക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. കുറച്ച് വെള്ളമുള്ളൂ. പക്ഷേ നമ്മൾ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു 2 നേരത്തിനും കൂടി കറി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രില്ല് ചെയ്യാനല്ല, നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മീൻ റെഡിയാക്കിയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാക്കിയാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കൊള്ളിച്ചിട്ടില്ല, കാരണം ലെങ്ത്ത് കൂടുതലാവുന്നതുകൊണ്ട് തന്നെ പിന്നെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല നെയ്യുള്ള മീനും വാള മീനായതുകൊണ്ട് തന്നെ നന്നായിട്ട് നെയ്യുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫ്രയറിൽ ആയതുകൊണ്ട് എണ്ണയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ നെയ്യിലൊക്കെ ഇരുന്ന് നന്നായിട്ട് വെന്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എയർ ഫ്രയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ വലുത് വാങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്ത് അവർ തന്നെ ക്ലീൻ ചെയ്ത് തരികയാണ് ചെയ്തിരുന്നത്. അങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.